സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാഡം, UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും ധവളപത്രം ഇറക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞിരിക്കുകയാണ്. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപ, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ, 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, യുവസംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പാ പദ്ധതി തുടങ്ങിയ 5 ഇന്ദിരാ ഗ്യാരണ്ടികളും നടപ്പാക്കും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി, ദേവസ്വം നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം പാലിക്കും. അങ്ങനെ പല വാഗ്ദാനങ്ങളുമുണ്ട്. ആദ്യഘട്ടത്തിൽ മാഡം എങ്ങനെയാണ് ഈ നയപ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ UDFന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പാക്കുമെന്നാണ് എടുത്തു പറയുന്നത്. അതായത് നയപ്രഖ്യാപനത്തിലൂടെ പറയുന്നത് പുതുയുഗ കേരളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പണ്ട് LDF പറഞ്ഞിരുന്നത് നവകേരളം എന്നാണ്. അത് പുതുയുഗ കേരളം എന്ന് മാറ്റി എഴുതുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു റവല്യൂഷണറി ചിന്ത വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ക്രമം എങ്ങനെയാണ്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ക്രമം എങ്ങനെയാണ്, സാധാരണ അതായത് IT റവല്യൂഷൻ, IT ഇൻഫർമേഷൻ ടെക്നോളജി ഒരുപാട് തലങ്ങൾ കടന്ന് ഇപ്പോൾ AI യുഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ, അതോ മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കുന്ന അവസ്ഥ തന്നെ തുടരുമോ എന്ന ഭയത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം, പുതുയുഗ കേരളം എന്ന വാഗ്ദാനം. അപ്പോൾ ഈ പുതുയുഗ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന ഒരു മാറ്റം, അതായത് ടെക്നോളജി എത്രയും ഗ്രോ ചെയ്യട്ടെ, എത്രയും വളരട്ടെ, പക്ഷേ എല്ലായ്പ്പോഴും ടെക്നോളജി മനുഷ്യരുടെ കരങ്ങൾക്ക് കീഴിലായിരിക്കും, മനുഷ്യരുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിലായിരിക്കും. അതായത് ഈ പറയപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒക്കെ മെറ്റ പോലെയുള്ള ഒന്നിൻ്റെയും ഒരു ടെക്നോളജിയുടെയും വളർച്ച മനുഷ്യനെ നിയന്ത്രിക്കത്തക്ക രീതിയിലായിരിക്കത്തില്ല, മനുഷ്യ നിയന്ത്രിതമായി തന്നെ തുടരും. ആ തരത്തിൽ മനുഷ്യൻ്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കും. അതാണ് പുതുയുഗ കേരളം എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഥവാ UDF തന്നെ, മുഖ്യമന്ത്രി മാത്രമല്ല അതിൻ്റെ ക്രെഡിറ്റ് അർഹിക്കുന്നത് UDFന്റെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയാണ്. എന്ന് വെച്ചാൽ ആ UDFലെ സഖ്യകക്ഷികളെല്ലാം ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. അപ്പം അങ്ങനെ ഒരു പുതുയുഗം എന്ന ഉദ്ദേശം, ആ ഉദ്ദേശം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്യാരണ്ടി പൂർത്തിയാക്കും, ആ ഗ്യാരണ്ടിക്ക് അനുസരിച്ച് ഓരോന്നും ചെയ്യും എന്ന് തന്നെയാണ് നയപ്രഖ്യാപനത്തിലൂടെ നമ്മുടെ ബഹുമാന്യനായ ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്രയാണ്. ഇത് നടപ്പാകുമോ? ഒരുപാട് മേഖലകളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ നടപ്പാക്കും? അതായത് അപ്പോൾ അതിനു മുൻപ് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ധവളപത്രം പുറപ്പെടുവിക്കുമെന്ന്. നയപ്രഖ്യാപനത്തെ വിമർശിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, ഈ ബജറ്റിൽ ധനപ്രതിസന്ധിയെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ പറയാനാണ്, 5429 കോടി ഖജനാവിൽ അവശേഷിപ്പിച്ചാണ് LDF രംഗം വിട്ടത് എന്ന് പറയുകയുണ്ടായി. അത് കേട്ടാൽ ആർക്കും ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ആ പറഞ്ഞ കള്ളത്തരത്തിൻ്റെ ഒരു ഇരയാണ്. കാരണം 2021 നടത്തിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇനിയും കിട്ടിയിട്ടില്ല. അതിനുശേഷം നടപ്പാക്കിയ ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ പെൻഷൻകാർക്ക് അതുവഴിയായിട്ട് കിട്ടേണ്ട അലവൻസ്, അത് DA അലവൻസ്, ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ എത്ര 1000 രൂപയാണ് എനിക്ക് തന്നെ കിട്ടാനുള്ളത്. ഇതുപോലെയാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊന്നും തരാത്തത്? ഖജനാവിൽ പണം കൂടുതൽ വെച്ചിട്ട് പോകാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ നേരത്തെ തരാമായിരുന്നില്ലേ? ആ ചോദ്യം. അത് പോകട്ടെ, എത്ര 6 മാസത്തിലേറെയായി ക്യൂ സിസ്റ്റമാണ് നമ്മുടെ ട്രഷറിയിൽ. എന്ന് വെച്ചാൽ ഈ 6 മാസത്തിലേറെ, 6 മാസവുമല്ല, കഴിഞ്ഞ എന്താ പറയുക, ഡിസംബർ മുൻപ് മുതലേ തുടങ്ങിയതാണ് ക്യൂ സിസ്റ്റം. അതായത് കഴിഞ്ഞ തിരുവോണത്തിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ക്യൂ സിസ്റ്റം. ആദ്യം 10 ലക്ഷത്തിൽ കൂടുതലുള്ള ചെക്കുകൾ ക്യാഷ് ചെയ്യരുത്, അത് പിന്നെ കുറഞ്ഞു 3 ലക്ഷത്തിലധികമുള്ള ചെക്കുകൾ ക്യാഷ് ചെയ്യരുത്. അതിനുശേഷം അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എടുക്കാവുന്ന അത്രയും ഓവർ ഡ്രാഫ്റ്റുകൾ റിസർവ് ബാങ്ക് വഴിയായിട്ട് എടുത്തു, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും എടുക്കാവുന്ന കടം മുഴുവനും എടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞിട്ട് ഈ 5429 കോടി ഖജനാവിൽ അവശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 40% അടുപ്പിച്ചാണ് അവരുടെ പദ്ധതി ചെലവുകൾ. അതുപോലെ സംസ്ഥാനത്തെ 34-35 വകുപ്പുകൾക്ക് അവരുടെ ഒക്കെ പദ്ധതി ചെലവുകൾ ഒന്നും നടന്നിട്ടില്ല. അതൊക്കെ ഈ പറഞ്ഞതുപോലെ 49-48 ഈ തരത്തിൽ ഇരിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം പദ്ധതി ചെലവുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടിയിരുന്ന പണം ഈ വർഷം മിസ്റ്റർ വി.ഡി. സതീശൻ ഗവൺമെന്റ് കണ്ടെത്തി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ ഇരിക്കെയാണ് 5429 കോടി അവശേഷിപ്പിച്ചാണ് കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ തൊലിക്കട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുവെങ്കിൽ അത് ശ്രീ പിണറായി വിജയന് തന്നെ കൊടുക്കണമെന്ന് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി, പിണറായി വിജയൻ മറന്നുപോയി. എന്താണ് മറന്നുപോയത്? ഈ നയപ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, വളരെ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്, ധവളപത്രം, ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ആ ധനപ്രതിസന്ധിയെ പറ്റി പൊതുജനങ്ങൾക്ക് നല്ല ഒരു ധാരണ നൽകുന്നതിന് വേണ്ടി അതിൻ്റെ വിവിധ വശങ്ങൾ അളന്നു കുറിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ധവളപത്രം പുറത്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ധവളപത്രം വരുമ്പോഴാണ് ഫിസ്ക്കൽ ക്രൈസിസിന്റെ അവസ്ഥ, ഏത് തരത്തിലുള്ള ധനപ്രതിസന്ധിയാണ്, എത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞത് എത്ര സമ്പുഷ്ടമാണ് എന്ന് ക്ലിയർ ആകുന്ന തരത്തിലുള്ള ഒരു ധവളപത്രം തന്നെ പുറത്തു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് ധവളപത്രത്തിൽ എന്തായിരിക്കും എന്ന് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ ധനപ്രതിസന്ധിയെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ലെന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെന്നോ ഒന്നും അദ്ദേഹം വിമർശിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല. അപ്പം നമുക്ക് തിരിച്ച് ഈ പറയപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടിയിലേക്ക് പോകാം. അപ്പം ഇന്ദിരാ ഗ്യാരണ്ടി, അതായത് ധവളപത്രം, ധനപ്രതിസന്ധിയെ പറ്റിയുള്ള സർവ്വ ചർച്ചകളും ധവളപത്രത്തിലൂടെ പൊതുജനത്തെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയെ പറ്റി നയപ്രഖ്യാപന പ്രസംഗത്തിൽ വാചാലം ആകുന്നത് നമ്മുടെ ഗവർണർ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പൊ ഇതേപ്പറ്റി ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇതെങ്ങനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC എല്ലാ വർഷവും ഒരു വലിയ തുക ഓരോ മാസവും KSRTCയെ പിടിച്ചു നിർത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഒരു കാര്യവും കൂടിയുണ്ട്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 52% സ്ത്രീകളും 48% പുരുഷന്മാരും. അതാണ് സ്ത്രീ പുരുഷ അനുപാതം. അപ്പൊ അവിടെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ പാസ് എന്ന് വെച്ചാൽ ഈ കൂടുതൽ സ്ത്രീകളുള്ള ഒരു സംസ്ഥാനത്ത് അത് കൂടുതൽ വലിയ ഭാരമാണ് ഖജനാവിലേക്ക് വരുത്തി വയ്ക്കുക. അതാണ് ഇങ്ങനെ ചോദിക്കുന്നവരുടെ ഒക്കെ സംശയത്തിന്റെ കാരണം. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് വളരെ യുക്തിസഹമായി തന്നെ ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുക്കും. ജൂൺ 15-ാം തീയതിയോട് കൂടിയാണ് അതിന്റെ വിശദാംശങ്ങൾ വിവരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒന്നാമത്തെ ഒരു റിക്വസ്റ്റ്, അതായത് എന്നോട് തന്നെ വീഡിയോസൊക്കെ നോക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ബാങ്കിൽ നിന്ന് അതായത് SBIയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ജോർജ് കുട്ടി, അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ നമുക്കൊരു ലോട്ടറി, കാരുണ്യ ലോട്ടറി പോലെ KSRTC ലോട്ടറി, അതായത് ഒരു ട്രാൻസ്പോർട്ട് ലോട്ടറി കൊണ്ടുവന്നുകൂടെ? അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് നല്ല ഒരു ഐഡിയ ആയിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. കാരണം ബിജു പ്രഭാകറാണ് കാരുണ്യ ലോട്ടറിയുടെ കോൺസെപ്റ്റ്
KM മാണി സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അതായത് 5 മാരക രോഗങ്ങൾ, വലിയ ചെലവുള്ള രോഗങ്ങൾ. ആ രോഗങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ലോട്ടറി വിറ്റ് പണം ഉണ്ടാക്കുക. അപ്പം അതിനോട് അനുകൂലിച്ച് നല്ല എമൗണ്ടാണ് ലോട്ടറി വഴിയായിട്ട് ഗവൺമെൻറ് ഖജനാവിലേക്ക് വന്നു. അതായത് നികുതിയേതര വരുമാന മാർഗങ്ങളിലെ ഒരു 35 മുതൽ 40% വരെ വരുന്നത് ഈ ലോട്ടറിയിൽ നിന്നാണ്. അതിൽ തന്നെ കാരുണ്യ ലോട്ടറിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ലോട്ടറി. അപ്പം അതുപോലെ അതിൻ്റെ വഴിയിൽ ഒരു ട്രാൻസ്പോർട്ട് ലോട്ടറി കൊണ്ടുവന്നാൽ ഇതും പാവപ്പെട്ട വനിതകളെ സഹായിക്കാനാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ നേട്ടം തന്നെയുണ്ട്. KSRTC എന്നേക്കുമായിട്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒരു ലോട്ടറി കൊണ്ടുവന്നാൽ കഴിയുമെന്നാണ് എൻ്റെയും കണക്ക് കൂട്ടൽ. അപ്പം അവിടെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും അക്രോസ് ദ ബോർഡ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയല്ല KSRTC ചെയ്യേണ്ടത്. താഴെ തട്ടിലുള്ള, അതായത് നീല കാർഡുകാർക്കും മഞ്ഞ കാർഡുകാർക്കും സൗജന്യ യാത്ര. അങ്ങനെ വരുമ്പോഴത്തേനും പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി കാരുണ്യ ലോട്ടറിയോട് മനുഷ്യർ എങ്ങനെയാണോ പൊതുജനം അവരുടെ താല്പര്യം പ്രകടിപ്പിച്ചത്, അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് ലോട്ടറിയോടും അവർക്കൊരു ആഭിമുഖ്യം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ആ ട്രാൻസ്പോർട്ട് ലോട്ടറി തന്നെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെയും കടത്തിൽ നിന്ന് കരകയറ്റും, ലാഭത്തിൽ കൂടുന്ന ഒന്നാക്കി തീർക്കും. അപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിസ്റ്റർ ജോർജ് കുട്ടിയോട് തീർച്ചയായിട്ടും ഇത് ഞാൻ വീഡിയോ വഴി പുറത്തുവിടും. അതുപോലെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയെ അതുപോലെ മുഖ്യമന്ത്രിയെയും ഒക്കെ കാണാൻ അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ പ്രീ ബജറ്റ് ഡിസ്കഷൻ ഉണ്ടായാൽ ആ സമയത്ത് ഞാനിത് തീർച്ചയായിട്ടും അവിടെ അവതരിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ നമ്മൾ വെൻ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ. മനമുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ സ്ത്രീകളെ ചേർത്ത് പിടിക്കണം. സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ നാം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 1996 വനിതാ ബില്ല് 33% റിസർവേഷന് വേണ്ടിയുള്ള വനിതാ ബിൽ കൊണ്ടുവരുന്നത്. ആ വനിതാ ബില്ല് അന്ന് അത് കൊണ്ടുവന്നത് ചിദംബരമാണ്. അത് മന്ത്രി ചിദംബരം കൊണ്ടുവന്ന് അപ്പോൾ തന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള പലരും അതിനെ എതിർത്തിരുന്നു. എനിവേ അത് പാസ്സാക്കിയില്ല. അത് മാത്രവുമല്ല, അത് കഴിഞ്ഞ് പല പ്രാവശ്യം UPA ഗവൺമെൻറ് തന്നെ ആ ബില്ല് കൊണ്ടുവന്നു. UPA അവസാനം പാർലമെൻറ്റിൽ പാസ്സാക്കി. പക്ഷെ രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് പാസ്സാകാതെ പോയി. ഇനി NDA വന്നപ്പോഴോ, അതായത് BJP ഗവൺമെൻറ് വന്നപ്പോഴോ അവർക്ക് ആദ്യം പാർലമെൻറ്റിൽ ഇതുണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭയിലില്ലായിരുന്നു. അപ്പോഴത് പാർലമെൻറ്റിൽ പാസ്സാക്കിയാലും രാജ്യസഭയിൽ പരാജയപ്പെടുമെന്ന ഭയം കൊണ്ട് അവർ കൊണ്ടുവന്നില്ല. പക്ഷേ 2019 ഭരണത്തിൽ വന്നപ്പോൾ, 2ാം വട്ടം BJP വന്നപ്പോൾ അവർക്ക് രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ ബില്ല് കൊണ്ടുവന്നില്ല. അവസാനം ഇറങ്ങുന്നതിന് മുൻപ് ആ ബില്ല് കൊണ്ടുവന്നു. ബില്ല് പാസ്സായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഡീമോണിറ്റൈസേഷൻ എന്ന ഒരു കാരണവും പറഞ്ഞ് അതിനെ 2029 മാറ്റിവെച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ബില്ല് പാസ്സാക്കി, അത് പറഞ്ഞ് വോട്ട് മേടിക്കുക, 3ാം വട്ടം ഭരണത്തിൽ വരിക. പക്ഷെ ആ ബില്ലിന്റെ പ്രയോജനമൊന്നും വനിതകൾക്ക് കൊടുക്കാതിരിക്കുക. മണ്ഡല പുനരേകീകരണം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഡീലിമിറ്റേഷൻ, ഒരു വിഘ്നം അവിടെ കൊണ്ടുവന്ന് അത് നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ ആക്കി വെച്ചു. എന്ന് വെച്ചാൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഡീലിമിറ്റേഷൻ ഒരു കാരണമാക്കി കാണാതെ തന്നെ 2019 അത് നടപ്പാക്കാമായിരുന്നു. അത് നടപ്പാക്കിയില്ല. 2024 അത് പാസ്സാക്കിയപ്പോഴെങ്കിലും നടപ്പാക്കാമായിരുന്നു. അതും ചെയ്തില്ല. അപ്പം അങ്ങനെ സ്ത്രീകളെ ഒരു തരത്തിലും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ തരത്തിലല്ല ശ്രീ VD സതീശൻ സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ UDF ഗവൺമെൻറ് സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കാൻ വേണ്ടി തന്നെയാണ്. അവരുടെ മഹത്വം, അവരുടെ സംഭാവനകൾ ഒന്നൊന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ KSRTCക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ചെലവാണ്, അത് തീർച്ചയാണ്. അതിന് ജുഡീഷ്യസ് ആയിട്ട്, യുക്തിസഹമായിട്ട് ചിന്തിച്ച് ഇതുപോലെ ഒരു ബസ്സിലോ ഒരു ട്രാൻസ്പോർട്ട് ലോട്ടറിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. അതുപോലെ തന്നെ അവസാനത്തെ
പാവപ്പെട്ടവർക്ക്, അതായത് അവസാനത്തെ 2 കാർഡുകാർക്ക് എന്ന് വെച്ചാൽ ഈ 2 കാർഡുകാരുടെ പ്രത്യേകത എന്താണ്? ഈ 2 കാർഡുകളിൽപ്പെട്ട അധികം പേരും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരാകാം. കേരളത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കാരിൽ 93% സ്ത്രീകളാണ് എന്ന് ഞാൻ തന്നെ സർവേയിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കുടുംബശ്രീ, നമുക്കറിയാം കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കേരളത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഉന്നമനം അതിശ്രേഷ്ഠമാണ്. ആ ഉന്നമനത്തിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന 45 ലക്ഷത്തോളം കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരുമൊക്കെ ഈ പറയപ്പെട്ട താഴെ തട്ടിലെ ഇൻകംകാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനവുമായിട്ടൊക്കെ സ്ഥിരം യാത്ര ചെയ്യേണ്ടവരാണ്. അങ്ങനെയുള്ളവരെയും തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും അതുപോലെ വീട്ടുജോലിക്ക് പോകുന്നവരെയും ഒക്കെ പലതരത്തിലും സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവർക്ക് വലിയ സഹായമാണ്, വലിയ ചേർത്ത് പിടിക്കലാണ്. അതുകൊണ്ട് KSRTCയിലെ ഈ പിന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ അത് മറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികളെ, അതായത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഴ്സിനെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിലാക്കിയേക്കാം. അങ്ങനെ ആക്കിയേക്കാം എന്നുണ്ടെങ്കിൽ തന്നെയും അതിന് എന്ത് മാർഗം, അതൊക്കെ ആലോചിച്ച് തന്നെ UDF വേണ്ട തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുന്നു. ഇപ്പോൾ 2000-ൽ നിൽക്കുകയാണ്. 2500 എന്നായിരുന്നു 2021 LDF ഗവൺമെൻറ് നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷെ അവർ അവരുടെ ഭരണം അവസാനിക്കാറായപ്പോൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് 1600-ൽ നിന്ന് 2000 അവരത് റേസ് ചെയ്തത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിക്കാൻ വേണ്ടി. പക്ഷെ 2500 എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ പരാജയമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പം ഈ 1500, 1600, 2000 അങ്ങനെ വിട്ടിട്ട് പോയ അവരുടെ അവസ്ഥ അത് 3000-ലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞത് ഇപ്പോൾ അടുത്ത മാസം തന്നെ 3000-ലേക്ക് ഉയർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഘട്ടം ഘട്ടമായി തീർച്ചയായിട്ടും അത് 3000-ലേക്ക് ഉയർത്തും. അത് 3000-ലേക്ക് ഉയർത്തേണ്ടത്, അതായത് നമ്മുടെ ധനസ്ഥിതിയെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്ന ആ വേളയിൽ, അതായത് ഒറ്റയടിക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. സമസ്ത മേഖലകളിലെയും വരുമാന സമാഹരണത്തിൽ, ചെലവുകളിൽ എല്ലാം വലിയ തിരുത്തലുകൾ ആവശ്യമാണ്. അങ്ങനെ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ക്രമേണ മാത്രമാണ് ഖജനാവിനെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുക. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്ന ക്രമത്തിൽ തീർച്ചയായിട്ടും ഈ 2000 രൂപ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷന് 3000 രൂപയിലേക്ക് ഒറ്റയടിക്കോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായോ ഉയർത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. 5 വർഷം തികച്ച് ഈ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ആ വാഗ്ദാനവും പാലിച്ചിരിക്കും, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുപോലെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കാമെന്നുള്ളതാണ് 2ാമത്തെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനം. അവിടെയും സ്ത്രീകൾക്ക് തന്നെയാണ് അത് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് എന്ന ഒരു മാറ്റം എടുത്തിരിക്കുന്നത് പൊതുവെ വിദ്യാർത്ഥി സമൂഹത്തിന് കൊടുക്കാതെ? അവിടെയും കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അതായത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞ മനുസ്മൃതി തൊട്ട് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമുദായങ്ങളിലും സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. സ്ത്രീകൾ 2ാം തരം പൗരന്മാരായി കണക്കാക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോക സമൂഹം തന്നെ അങ്ങനെയാണ്. ആ തരത്തിൽ തന്നെ യുണൈറ്റഡ് നേഷൻസും അതിലെ വിമൻസ് വിങ്ങും ഒക്കെ അത് കാണുന്നുണ്ട്. ഈ സ്ത്രീകളോടുള്ള വിവേചനം കാണുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ വിവേചനം വലിയ തോതിലുണ്ട്. അതേപ്പറ്റി വളരെ സമഗ്രമായിട്ട് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അമർത്യ സെൻ തന്നെ വിവരിക്കുന്നുണ്ട്. സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന 7 തരത്തിൽ, അതായത് ഭ്രൂണത്തിൽ മുതലേ ഭ്രൂണഹത്യ, ബഹുമാനപ്പെട്ട അമർത്യ സെൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പെൺകുഞ്ഞാണ് എന്ന് കണ്ടാൽ ഭ്രൂണത്തിലെ തന്നെ ഹത്യ ചെയ്യുന്നു. ഇനി ഭ്രൂണത്തിലെ ഹത്യ ചെയ്തില്ലെങ്കിൽ പോലും ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനും അമ്മയ്ക്കും കൊടുക്കുന്ന ആഹാരത്തിലെ പെൺഭ്രൂണമാണെന്ന് കണ്ടാൽ ഒരു 2ാം തരം ട്രീറ്റ്മെന്റ്, മോശം, അത്രയൊന്നും അതായത് ഭക്ഷ്യ സുരക്ഷ നോക്കാതെയുള്ള ആഹാരം. ഇനി ജനിച്ചു കഴിഞ്ഞാലോ ആൺകുഞ്ഞിന് ഒരു ട്രീറ്റ്മെന്റും പെൺകുഞ്ഞിന് വേറൊരു ട്രീറ്റ്മെന്റും.
അതും അവിടെയും പോഷകാഹാര സമൃദ്ധമായ ആഹാരം. നമ്മൾ കേട്ടിട്ടില്ലേ, ആ മകന് ആൺകുട്ടിക്ക് തൈരും പെൺകുട്ടിക്ക് മോരും എന്നൊരു ചൊല്ല് നാട്ടുപുറത്ത് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. എന്ന് വെച്ചാൽ ആണിന് നല്ല ഭക്ഷണം, പെണ്ണിന് മോശം ഭക്ഷണം, ആ തരത്തിൽ അത് ജനിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇതൊക്കെ അമർത്യാസനിൻ്റെ സൂക്തങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി വിദ്യാഭ്യാസ കാലഘട്ടം വരുമ്പോഴും ആൺകുട്ടിക്ക് വലിയ മൂലധന ചെലവോടുകൂടി എഞ്ചിനീയറിംഗ്, മെഡിസിൻ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസം. പെൺകുട്ടികൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും ഇതേപോലെയുള്ള വിദ്യാഭ്യാസ സാധ്യതകൾ തുറന്നു കൊടുക്കും. ഇല്ലെങ്കിലോ അവരെ ആർട്സ് ആൻഡ് സയൻസ് സ്കൂളിൽ, കോളേജിൽ തന്നെ വിട്ടെന്നിരിക്കത്തില്ല, കോളേജ് വിദ്യാഭ്യാസത്തിന് അയച്ചാൽ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലായിരിക്കും അയക്കുക. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് തന്നെ ഒരു പഠനം നടത്തിയിട്ട് 66% ആൺകുട്ടികൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ 36% സ്ത്രീകൾ മാത്രം, 34% സ്ത്രീകൾ മാത്രമാണ് അങ്ങനെയുള്ള കോഴ്സസിന് പോവുക. ബാക്കി 66% പെൺകുട്ടികളും പോകുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാഭ്യാസത്തിനാണെന്ന് CDSന്റെ പഠനം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആൺകുട്ടിക്ക് വേണ്ടി, അതായത് അവൻ കുടുംബത്തിൽ നിൽക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനും ഒക്കെ ഉള്ളവനാണ്. പെൺകുട്ടിയോ വിവാഹം ചെയ്ത് എവിടെയോ പോകേണ്ടവളാണ്. ആ തരത്തിലാണ് പെൺകുട്ടികളെ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കാര്യത്തിൽ കേരളത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അമർത്യാസൻ പിന്നെ പഠനത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ വൈജാത്യം കേരളത്തിലും ഉണ്ട് എങ്കിൽ പോലും താരതമ്യേന കുറവാണ്. കേരളത്തിൽ ഭ്രൂണഹത്യയും പെൺ വ്യത്യാസങ്ങളും ഒക്കെ കേരളത്തിൽ കുറച്ച് കുറവാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ, അതായത് ഇന്ത്യയുടെ സാഹചര്യത്തെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലേത് എങ്കിലും കേരളത്തില് ഈ വ്യത്യാസം ഒത്തിരി ഉണ്ടെന്നാണല്ലോ CDSന്റെ പഠനം കാണിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങളെ വിവാഹത്തിന് വേണ്ടി പാദാതികേശം സ്വർണത്തിൽ മുക്കി അയക്കുന്നു. ആ സ്വർണത്തിന്റെ അളവാണ്, സ്വർണമാണ് വേണ്ടത്, സ്ത്രീ ധനമാണ് വേണ്ടത്, സ്ത്രീയല്ല, സ്ത്രീയാണ് ധനം എന്ന ചിന്തയോടുകൂടി ഒരു പെണ്ണിനെ അന്വേഷിച്ച് ചെല്ലുന്ന പുരുഷന്മാർ വളരെ കുറവാണ് കേരളത്തിൽ പോലും. എല്ലാവരും അന്വേഷിച്ചു പോകുന്നത് സ്ത്രീ ധനമാണ്. അപ്പോൾ ഈ സ്ത്രീ ധനം അന്വേഷിച്ചു പോകും, സ്ത്രീയാണ് ധനം എന്നത് മറന്ന് സ്ത്രീധനം അന്വേഷിച്ചു പോകുന്ന പുരുഷന്മാരുള്ള ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീകളെ ധന്യരാക്കുക, അവരെ ശാക്തീകരിക്കുക. അവരെ ശാക്തീകരിക്കേണ്ട എങ്ങനെയാണ്? വിദ്യാഭ്യാസം കൊണ്ട്. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം? അത്യുത്തമമായ വിദ്യാഭ്യാസം, സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ അവർക്ക് ത്രാണി നൽകുന്ന തരം വിദ്യാഭ്യാസം. അപ്പൊ അതിന് പേരൻസിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക. അതാണ് ഈ 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. അപ്പോൾ പേരൻസിന്റെ തലയിൽ ഉള്ള ഭാരം കുറയുന്നു. ഈ 1000 രൂപ വീതം കിട്ടുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പീച്ചയും കൂടി ഇട്ടാൽ ബാക്കി ചെലവായിക്കൊള്ളും എന്ന് വിചാരിച്ച് പേരൻസ് പെൺകുട്ടികളെയും വേണ്ട രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ കഴിവിനെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സുഹൃത്തുക്കളെ. ഇക്കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിലും അവർ വളരെ നല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ശ്രീജ JS എന്ന് പറയുന്ന വെറും സാധാരണ കുടുംബ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു ദിവസ ജോലിക്കാരനായ ആളുടെ മകനാണ് ശ്രീജ JS. ആ കുട്ടി 57ാം റാങ്കിൽ സിവിൽ സർവീസ് പാസ്സായി എന്ന് ഓർക്കണം. അപ്പം എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന എത്രയെത്ര കുട്ടി, അത് ഈ നമ്മുടെ കേരളം പ്രൂവ് ചെയ്തിട്ടുള്ളതാ. പെരിന്തൽമണ്ണ ഒന്ന് പോയി നോക്കണം. പൊതുവെ മുസ്ലിം സമൂഹം പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അധികം പ്രോത്സാഹിപ്പിക്കുന്നവരല്ലെന്നാണ് കേട്ടിരുന്നത്. പക്ഷെ കേരളത്തിൽ മുസ്ലിം പെൺകുട്ടികൾ നല്ലവണ്ണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരികയും അവരെ നല്ലവണ്ണം പഠിച്ച് മിടുക്ക് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ എത്ര കളക്ടർമാർ, പിന്നെ വനിതാ കളക്ടർമാർ മുസ്ലിംസ് ആയിട്ട് ഉള്ളതുണ്ട് എന്ന്. അതുപോലെ 24-ലെ ഈ സിവിൽ സർവീസ് എക്സാം റിസൾട്ട് നോക്കുക. ആദ്യത്തെ 4 റാങ്കുകളും കേരളത്തിൽ നിന്നല്ല, ആദ്യത്തെ 4 ഓൾ ഇന്ത്യ റാങ്കുകളും പോയത് പെൺകുട്ടികൾക്കായിരുന്നു. അപ്പൊ പെൺകുട്ടികളെ ആരും ഒട്ടും മോശക്കാരായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അവരുടെ ഭൗതിക സിദ്ധി കൊണ്ടും മറ്റ് സവിശേഷതകൾ കൊണ്ടും പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ മോശമായതുകൊണ്ടാണ് അവരുടെ ഇന്നിങ്സ് മോശമായി പോകുന്നത്. ആ സാഹചര്യത്തിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ യുവജനതയെ നന്നായി തിരിച്ചറിയുന്ന ഒരു മുഖ്യമന്ത്രിയും
ഒരു UDF-ഉം. അവരാണ് ഇപ്പോൾ ഭരണത്തിൽ. നമുക്കറിയാം നമ്മുടെ മന്ത്രിമാരിൽ പലരും യുവ മുഖങ്ങളാണ്. അത് തന്നെ കാണിക്കുന്നത് ഒരു എങ്ങനത്തെ കേരളത്തെ പറ്റിയാണ്, പുതുയുഗ കേരളമാണ് നാം കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇവിടെ ഈ 1000 രൂപ വീതം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരോടുള്ള ആ വിവേചനം കുറച്ചു കൊണ്ടുവന്ന് അവരെ അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ വിവേചനമില്ലാതെ സമശീർഷരാക്കി അവരെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് ശ്ലാഘനീയമായ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നാണ്. പിന്നെ അടുത്തത് ആയിട്ട് പറയുന്നത് നമ്മൾ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീമാണ്. അത് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് സ്കീം ആകുമ്പോൾ വെറുതെ ഒരു ഇൻഷുറൻസ് സ്കീം ആയിരിക്കത്തില്ല. അതിനകത്തേക്ക് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കാണും. ചെറുതായ തോതിലാണെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കാണും. ആ കോൺട്രിബ്യൂഷൻ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പലതുള്ളി പെരുവെള്ളം എന്ന്. അങ്ങനെ ആ കോൺട്രിബ്യൂഷൻസ് തന്നെ ഒരു വലിയ തുകയായി സംഭവിക്കുന്നു. അതിൽ നിന്ന് ആവശ്യക്കാർക്ക്, അതായത് ഓരോ ആവശ്യങ്ങളുടെ ഇതനുസരിച്ചായിരിക്കുമല്ലോ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. അതനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അതും തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ, അതായത് കുടുംബ സുരക്ഷ സഹായകമായ, പ്രത്യേകിച്ചും കേരളം 60+ പോപ്പുലേഷൻ, അതായത് വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലുള്ള, ഒരു പക്ഷേ ഓൾ ഇന്ത്യ തലത്തിലുള്ള വയോജനങ്ങളുടെ 3 ഇരട്ടി വളർച്ചയാണ് വയോജനങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിലുള്ളത്. 7% ഓൾ ഇന്ത്യ തലത്തിൽ വയോജനങ്ങളുടെ എണ്ണമെങ്കിൽ ഇവിടെ അത് 20-21% ഉയർന്നിട്ടുണ്ട്. അടുത്ത പോപ്പുലേഷൻ സെൻസസ് വരുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക. ഏതായാലും ഓൾ ഇന്ത്യ തലത്തിലുള്ളതിൻ്റെ 3 ഇരട്ടിയുണ്ട്. അപ്പം അങ്ങനെയുള്ള കേരളത്തിൽ ഈ കുടുംബ ആരോഗ്യ സുരക്ഷ 25 ലക്ഷം രൂപയുടെ എന്ന് പറയുന്നത് വളരെ വേണ്ടതാണ്. അത് ഓരോ കുടുംബത്തിനും ഒരു സുരക്ഷാ കവചം തീർക്കുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല. ഇനി അടുത്തതാണ് അതിനേക്കാളൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഗ്യാരണ്ടി. അതെന്താണ്? യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ, അതായത് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ വരെ യുവ സംരംഭകർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുവ സംരംഭകർ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ അവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ പഠിക്കുന്നവരും ഒക്കെ ആയിരിക്കും. ഒരു പക്ഷേ പഠനം പൂർത്തിയാക്കിയവരും ഒക്കെ ഈ കൂട്ടത്തിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ വേണ്ടത്? ഈ പ്രാവശ്യത്തെ നിതി ആയോഗിൻ്റെ 2025 ഡിസംബറിൽ പുറത്തുവിട്ട നിതി ആയോഗിൻ്റെ ഒരു വ്യവസായ മത്സര സജ്ജത പഠനമുണ്ട്. ആ പഠനത്തിൽ കേരളത്തിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 18 മേജർ സംസ്ഥാനങ്ങൾ എടുത്തപ്പോൾ 15ാമത്തെ പൊസിഷനാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. 23.4% മാർക്കോടെ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷയ്ക്കാണെങ്കിൽ 76.3% മാർക്കാണുള്ളത്. അപ്പോൾ കേരളം എങ്ങനെയാണ് ഇത്ര താഴേക്ക് പോയത്? കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത് ബ്രെയിൻ ഡ്രെയിൻ, രണ്ടാമത് ഇവിടെ വ്യവസായ സജ്ജത ഇല്ല, വ്യവസായത്തിനുള്ള സാഹചര്യം ഇല്ല. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഈ നോക്കുകൂലി പോലെയുള്ള ഈ വ്യവസായ സജ്ജതയ്ക്കുള്ള സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ നോക്കുകൂലി പോലെയുള്ള പ്രാകൃത കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ വ്യവസായം കൊണ്ടുവരുന്നവരെ പോലും തിരിച്ചോടിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പുഴയ്ക്കൽ വ്യവസായ പാർക്കിലൊക്കെ വന്ന വ്യവസായങ്ങളൊക്കെ പ്രവാസികൾ കൊണ്ടുവന്നതും അല്ലാത്തതും എല്ലാം അവിടെ കളഞ്ഞിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പോലും വേണ്ടെന്ന് വെച്ച് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ ചേക്കേറിയ സംഭവങ്ങൾ ഈ LDF ഗവൺമെൻറ് കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളാണ് കേരളത്തിൽ ശക്തമായിട്ട് വളരുന്നത്. കാരണം നോക്കുകൂലിയും ചോദിച്ച് കുടുംബശ്രീയുടെ മുൻപിലേക്ക് ചെന്നാൽ അവർ എന്താ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് അത് ചിലപ്പം മുഖത്തേക്ക് ഒഴിച്ചെന്നിരിക്കും. അത് ചിലപ്പം തിളച്ച ചായ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ തരത്തിൽ അവരതിനെ പ്രതിരോധിക്കും. അതുകൊണ്ടാണ് അവരോട് മെക്കിട്ട് കയറാനായിട്ട് ചിലത്, അല്ലെങ്കിൽ തന്നെ അവർ ഹയർ ചെയ്ത ലേബറേഴ്സിനെ ഉപയോഗിക്കേണ്ടിയും വരാറില്ല. അപ്പോൾ യൂണിയന് വലിയ പ്രസക്തിയുമില്ല കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നെ അതുപോലെ വേറൊരു കാരണം നിതി ആയോഗ് കണ്ടെത്തിയത്,
ഇവിടുത്തെ വയോജനങ്ങളുടെ ആധിക്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ തലത്തിലെ 7% വയോജനങ്ങൾ എന്നിരിക്കുക, 60+ പോപ്പുലേഷൻ എന്നിരിക്കെ കേരളത്തിൽ അത് 21-22% ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഒരു കാരണം, വ്യവസായ സജ്ജതയുടെ കുറവിന് ഒരു കാരണം. പിന്നെ ബ്രെയിൻ ഡ്രെയിൻ ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തി നമ്മുടെ വ്യവസായ മത്സര സജ്ജത, അതായത് ഒരു വ്യാവസായിക മുന്നേറ്റത്തിന് ഒരു 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 ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുക. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു 5 ലക്ഷത്തിൻ്റെ വായ്പ, ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ കൊടുത്ത് യുവജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുക. അപ്പോൾ അതിന് ഒരുപാട് സജഷൻസ് ഒത്തിരി മേഖലകളിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തും വ്യവസായ മന്ത്രിയുടെ അടുത്തും, വ്യവസായ മന്ത്രി ഒട്ടും മോശക്കാരനല്ല, PK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി UDF ഗവൺമെന്റിന്റെ 2012-16 കാലത്ത് ഏറ്റവും സമർത്ഥനായ മന്ത്രിക്ക് ഉള്ള തെരച്ചിലിലെ അവാർഡ്, ഏറ്റവും സമർത്ഥനായ മന്ത്രി എന്ന അവാർഡ് വാങ്ങിച്ചവനാണ്. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന IT ഗ്രോത്ത് ഇൻ കേരള, അത് വളരെ അനിർവചനീയമായ ഗ്രോത്താണ് അദ്ദേഹവും അരുണ സുന്ദരരാജനും കൂടി കേരളത്തിന്റെ വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലാണ് ഇപ്പോഴും വ്യവസായം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണത്തിൽ, അതായത് യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കിട്ടും. അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കണം. മന്ത്രി P രാജീവ് കഴിഞ്ഞ 5 വർഷവും ക്യാമ്പസുകളിലൊക്കെ ഒരു സംരംഭക എക്കോസിസ്റ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പക്ഷെ നടന്നില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചാൽ ഈ സംരംഭക എക്കോസിസ്റ്റം ക്യാമ്പസുകളിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യൻ ഇക്കണോമിക് അസോസിയേഷൻ കേരള ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയ ഡോക്ടർ EM തോമസ് എന്നെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ ഈ ഐഡിയയ്ക്ക് ഒപ്പം നിർത്താവുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്. ഒരു ലേബർ ബ്യൂറോ ഓരോ ക്യാമ്പസിലും ഉണ്ടാക്കുക. അങ്ങനെ ഓരോ ക്യാമ്പസിലും ഓരോ ലേബർ ബ്യൂറോ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താണ് ചെയ്യുക, അതിനകത്ത് താല്പര്യമുള്ള കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. 1-2 മണിക്കൂർ ജോലി ചെയ്യാൻ ഓരോ ദിവസം, ഓരോ കുട്ടിക്കും ആഴ്ചയിൽ 1-2 ദിവസം, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് തൊഴിലാളികളെ ആവശ്യം അവർക്ക് ഒക്കെ ഈ ബ്യൂറോയുമായി ബന്ധപ്പെടാം. ബ്യൂറോയുമായി ബന്ധപ്പെടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ മെക്കാനിക്കിന് ആവശ്യമുണ്ട്. ശരി, 2 മണിക്കൂർ മെക്കാനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് പോകുന്നു, അവൻ അതിൻ്റെ ഏണിങ്സ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തം ഏൺ ചെയ്യാൻ പറ്റുന്നു, തൊഴിൽ പരിചയം കിട്ടുന്നു. ആ തരത്തിലാണ് ഒരു ക്യാമ്പസ് എക്കോസിസ്റ്റം, സംരംഭക എക്കോസിസ്റ്റം വളർത്തിയെടുക്കേണ്ടത്. അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തുകൂടെ എന്നാണ് ഡോക്ടർ EM തോമസ്, അദ്ദേഹം കേരള ഇക്കണോമിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ചോദിച്ചത്. അപ്പം അതൊക്കെ ഈ സംരംഭക എക്കോസിസ്റ്റം വളർത്തിയെടുക്കാൻ വളരെ സഹായകമാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പസുകൾ തന്നെ, അതായത് ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അവർക്കൊരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ അവർക്ക് സംരംഭക മികവുണ്ടാകുന്നു, അവർ പോയി ജോലി ചെയ്യുന്നു, സംരംഭക മികവുണ്ടാകുന്നു, അവർക്ക് ഇന്റേൺഷിപ്പിന് ചെയ്യാനും ഒക്കെ ഒത്തിരി സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അതോടുകൂടി ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെ ക്യാമ്പസുകളെ ശക്തിപ്പെടുത്തി ക്യാമ്പസുകളെ ഒരു ലേബർ ഹബ്ബാക്കി മാറ്റുക. അപ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ ക്രമേണ ഇല്ലാതെയായി വരിക. ഇങ്ങനെ തൊഴിലെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠനാനന്തരം അതേ തൊഴിലിലേക്ക് സ്ഥിരമായി പോകാം. അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് അത്തരം തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാം, അതായത് സംരംഭങ്ങൾ തുടങ്ങാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഈ പറയപ്പെട്ട 5 ലക്ഷത്തിൻ്റെ സംരംഭക വായ്പ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്യാമ്പസുകൾ നോക്കിക്കാണും, ക്യാമ്പസുകളുടെ കോഓപ്പറേഷൻ, അധ്യാപകരുടെ കോഓപ്പറേഷൻ, ഇതൊക്കെ വളരെ അനിവാര്യമാണ്. അതായത് ഇത്ര മണിക്കൂർ ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും, ആ തരത്തിൽ. അല്ലെങ്കിൽ തന്നെ ക്ലാസ്സിന് ഇടയ്ക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്ന അധ്യാപകരൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. അത്തരം കള്ളനാണയങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കൊക്കെ വേണ്ട അവരെയൊക്കെ ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ട് വേണം ഇത്തരം ഇതുമായിട്ട് മുൻപോട്ട് പോകാൻ എന്ന് ആണ് എൻ്റെ റിക്വസ്റ്റ്.